The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear sweeties, how are you all? Are you all happy and safe at home? Ano sweeties? And sweeties, happy and safe ano? In our previous class, we have learned about animate features and their sounds. അല്ലേ എൻ്റെ സ്വീറ്റീസ് ആ വീഡിയോ കണ്ടോ? ആനിമൽ ഫീച്ചേഴ്സിൻ്റെയും ആനിമൽസിൻ്റെ ഡിഫറെൻറ്റ് സൗണ്ടും ഒക്കെ കേട്ടോ? ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ബേർഡ്സിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചും. ബേർഡ്സിനെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? അവരുടെ ബീക്സും ഫെദേഴ്സും സൗണ്ടും കളറും കൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. അനിമൽസിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത്? അവയുടെ സൗണ്ടും അവയുടെ ടെയിലും അവയുടെ ഫറും കൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. ക്ലോയിന്റെ സൗണ്ട് എങ്ങനെയാ? കാ 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 കാ. നമ്മുടെ കുക്കു ബേർഡിന്റെ സൗണ്ട് എങ്ങനെയാ? കൗവിന്റെ സൗണ്ട് എങ്ങനെയാ? മേ മേ. ബീസിന്റെ സൗണ്ട് എങ്ങനെയാ? ബിസ് 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 ബിസ്. കാറ്റിന്റെ സൗണ്ട് എങ്ങനെയാ? മിയാവ് മിയാവ് മിയാവ്. ഔളിന്റെ സൗണ്ട് എങ്ങനെയാ? ഊ ഊ. സ്നേക്കിന്റെ സൗണ്ട് എങ്ങനെയാ? ഫ്രോഗിന്റെ സൗണ്ട് എങ്ങനെയാ? പീകോക്കിന്റെ സൗണ്ട് എങ്ങനെയാ? പിയു പിയു പിയു. ഡക്കിന്റെ സൗണ്ട് എങ്ങനെയാ? ക്വാക്ക് ക്വാക്ക്. താങ്ക് യു, ബൈ. today we are going to learn about transport. What do you mean by transport? Transport പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോർട്ട് പറഞ്ഞാൽ നമ്മൾ വെഹിക്കിൾസിനെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, when you go out we can see different types of vehicles. അല്ലേ സ്വീറ്റീസ്? എൻ്റെ സ്വീറ്റീസ് വെളിയിൽ പോകുമ്പോൾ എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ് കാണാറുണ്ട്? ബസ് കാണാറുണ്ട്, പിന്നെന്താ ബൈക്ക് കാണാം, ബൈസൈക്കിൾ കാണാറുണ്ട്, ഓട്ടോറിക്ഷ കാണാറുണ്ട്, കാർ കാണാറുണ്ട്, ലോറി കാണാറുണ്ട്, പിന്നെ ട്രക്ക് എന്നും പറയാം കേട്ടോ, ലോറി ട്രക്സ് കാണാറുണ്ട്. അല്ലേ സ്വീറ്റീസ്? സ്വീറ്റീസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനാണ് നമ്മൾ വെഹിക്കിൾ യൂസ് ചെയ്യുക. അല്ലേ? അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ വെഹിക്കിൾ യൂസ് ചെയ്യും? നോ, നമ്മൾ ഏത് വണ്ടിയും യൂസ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? നടന്നു പോകും. അല്ലേ? കുറച്ച് ദൂരെയുള്ള പ്ലേസ് ആണെങ്കിലും ഫാർ പ്ലേസ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? വി യൂസ് വെഹിക്കിൾസ് ടു ഗോ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. അല്ലേ സ്വീറ്റീസ്? നമുക്ക് 3 ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ഏതൊക്കെയാ? എൻ്റെ സ്വീറ്റീസ് ഇപ്പോൾ വെളിയിൽ പോകുമ്പോൾ റോഡിൽ കാണുന്ന വെഹിക്കിൾസ് ഒക്കെ എന്താ അറിയോ? ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. എന്ത് ട്രാൻസ്പോർട്ടാ? ലാൻഡ് ട്രാൻസ്പോർട്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് ആർ വെഹിക്കിൾസ് വിച്ച് ട്രാവൽ ഓൺ ദ റോഡ്. റോഡിൽ കൂടെ ഓടുന്ന വെഹിക്കിൾസിനെയാണ് എന്ത് പറയുക? ലാൻഡ് ട്രാൻസ്പോർട്ട്. ഓക്കെ, അതിലേതൊക്കെയാ ലാൻഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്? ഏതൊക്കെയാ? ബസ്, ട്രക്ക്, കാർ, ബൈസൈക്കിൾ, അങ്ങനെ കുറേ വെഹിക്കിൾസ് ഉണ്ട്. അല്ലേ? നമുക്ക് ഒരു വെഹിക്കിൾ കൂടി ഉണ്ട് ലാൻഡ് ട്രാൻസ്പോർട്ടിൽ. ഏതറിയോ? ട്രെയിൻ. എൻ്റെ സ്വീറ്റീസ് ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? എന്ത് രസമല്ലേ ട്രെയിൻ ട്രാവൽ? ട്രെയിനും നമ്മൾ ലാൻഡ് ട്രാൻസ്പോർട്ടിൽ ഉള്ളതാണ്. ഓക്കെ, പിന്നെ വേറെ ട്രാൻസ്പോർട്ട് ഏതറിയോ? ലാൻഡ് ട്രാൻസ്പോർട്ട് കഴിഞ്ഞ് പിന്നെ ഏതാ? എയർ ട്രാൻസ്പോർട്ട് പറഞ്ഞാൽ എന്താ? നമ്മൾ മുകളിലൂടെ എയറിലൂടെ പോകുന്ന ട്രാൻസ്പോർട്ടാണ് എയർ
ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിനാണ് പറയുന്നത്. ഓക്കെ, അത് ഏതൊക്കെയാ? ഹെലികോപ്റ്റർ, എയറോപ്ലെയിൻ, ഹോട്ട് എയർ ബലൂൺ. ഓക്കെ, അതൊക്കെ എന്താ? എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, പിന്നെ ഏതാ? നമ്മുടെ ലാൻഡ് കഴിഞ്ഞു, എയർ കഴിഞ്ഞു, പിന്നെ ഏതാ? എൻ്റെ സ്വീറ്റീസ് ഈ പിക്ചർ നോക്കൂ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇത് ഏതിൻ്റെ പിക്ചറാണ്? ഇത് എന്താ? വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് എ ഷിപ്പ് അല്ലേ? ഷിപ്പ് ഏതിലൂടെയാ ട്രാവൽ ചെയ്യുക? റോഡിലൂടെ ട്രാവൽ ചെയ്യുമോ? നോ. എയറിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ? നോ. പിന്നെ ഏതിലൂടെയാ? വാട്ടറിലൂടെ മാത്രമേ ഷിപ്പിന് ട്രാവൽ ചെയ്യാൻ പറ്റൂ അല്ലേ സ്വീറ്റീസ്? വെള്ളത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിൾസ് എന്തൊക്കെയാണ്? ബോട്ട്, ഷിപ്പ്, യോട്ട്, അതുകൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതെല്ലാം എന്താ? വാട്ടർ ട്രാൻസ്പോർട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചു? ലാൻഡ് ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്. ഓക്കെ, ലാൻഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണ്? ബസ്, കാർ, ബൈസൈക്കിൾ, ഓട്ടോറിക്ഷ, ട്രെയിൻ. ഓക്കെ, എയർ ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണ്? ഹെലികോപ്റ്റർ, എയറോപ്ലെയിൻ, ഹോട്ട് എയർ ബലൂൺ, സ്പേസ് ഷട്ടിൽ. സ്പേസ് ഷട്ടിൽ പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ ഒരു പ്ലാനറ്റിൽ നിന്ന് വേറൊരു പ്ലാനറ്റിലേക്ക് പോകാൻ യൂസ് ചെയ്യുന്നതാണ് സ്പേസ് ഷട്ടിൽ. ഓക്കെ, പിന്നെ തേർഡ് വൺ ഏതാ? വാട്ടർ ട്രാൻസ്പോർട്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണ്? ഷിപ്പ്, ബോട്ട്, യോട്ട്. ഓക്കെ സ്വീറ്റീസ്, അപ്പോൾ ട്രാൻസ്പോർട്ട് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോർട്ട് ഈസ് എ മീഡിയം ഓഫ് ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഓക്കെ, നമ്മൾ ട്രാൻസ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് വെഹിക്കിൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പോകാൻ യൂസ് ചെയ്യണ വെഹിക്കിൾ. സ്വീറ്റീസ്, ഐ വിൽ ഷോ യു സം പിക്ചേഴ്സ്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് പിക്ചർ. എൻ്റെ സ്വീറ്റീസ്, ഈ വെഹിക്കിൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്ത് വെഹിക്കിളാണ് ഇത്? ഏത് വെഹിക്കിളാ? ഇതൊരു ആംബുലൻസ് അല്ലേ? ആംബുലൻസ് എന്തിനാണ് യൂസ് ചെയ്യുക? സ്വീറ്റീസ്, എയർ ട്രാൻസ്പോർട്ടും ലാൻഡ് ട്രാൻസ്പോർട്ടും വാട്ടർ ട്രാൻസ്പോർട്ടും അല്ലാതെ കുറച്ച് വേറെ വെഹിക്കിൾസ് കൂടി ഉണ്ട് കേട്ടോ. ആ വെഹിക്കിൾസിന് എന്താ പറയുക? എമർജൻസി വെഹിക്കിൾസ്. എന്തൊക്കെയാ? എമർജൻസി വെഹിക്കിൾസ്. എമർജൻസി വെഹിക്കിൾസ് ഹെൽപ്പ് us when we are in danger. ഓക്കെ, നമ്മളെ ഡേഞ്ചർ ആയിട്ടാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വെഹിക്കിൾസ് ആണ് എമർജൻസി വെഹിക്കിൾസ്. ഓക്കെ, എന്താ എമർജൻസി വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടീച്ചർ ഒരു പിക്ചർ കാണിച്ചു. ഐ വിൽ ഷോ യു വൺ പിക്ചർ. ഓക്കെ, ഇത് ഏത് പിക്ചറാണ്? വിച്ച് വെഹിക്കിൾ ഇസ് ദിസ്? യെസ്, ദിസ് ഇസ് എ ആംബുലൻസ് അല്ലേ? ആംബുലൻസ് എൻ്റെ സ്വീറ്റീസ് എവിടെയാണ് കണ്ടിരിക്കുന്നത്? നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ആംബുലൻസ് ഒക്കെ കാണാറില്ലേ അല്ലേ? ആംബുലൻസ് എന്തിനാണ് യൂസ് ചെയ്യാൻ അറിയോ? ആംബുലൻസ് നമ്മളെ എമർജൻസിയിലേക്ക്, ഇപ്പോൾ ഒരാൾ ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ എന്താ? നമുക്ക് ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എമർജൻസി വെഹിക്കിൾ ആംബുലൻസിൻ്റെ നമ്പറിൽ നമ്മൾ വിളിക്കുമ്പോൾ ആരൊക്കെ വരും? അതിൽ കുറച്ച് ആംബുലൻസ് ആയിട്ട് വരുമ്പോൾ ഒരു ഡോക്ടർ ഉണ്ടാവും. പിന്നെന്താ? അതിനൊപ്പം പോലീസും വരും അല്ലേ? ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു സ്വീറ്റീസ്? ആംബുലൻസിൻ്റെ സൗണ്ട് എങ്ങനെയാണ്? നമ്മൾ ചില സമയങ്ങളിൽ ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ പറയില്ലേ ഇത് ആംബുലൻസിൻ്റെ സൗണ്ടാണ്, എവിടെ ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറയാറില്ലേ അല്ലേ? എൻ്റെ സ്വീറ്റീസ്, ആംബുലൻസിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കൂ. സ്വീറ്റീസ്, അതുപോലെ ഒരു ടീച്ചർ സ്മോൾ സ്റ്റോറി പറഞ്ഞു തരാം കേട്ടോ. ഒരു കുട്ടി പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, മേരി എന്നാണ് അവരുടെ പേര്. മേരി ഒരു ദിവസം പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഫയർ കണ്ടു. ഫയർ കണ്ടപ്പോൾ മേരി എന്തായി അറിയോ? മേരി പാനിക്കായി. മേരി പേടിച്ചിട്ട് എന്ത് ചെയ്തു? സ്ക്രീം ചെയ്തു, നിലവിളിച്ചുകൊണ്ട് മേരി ഹെൽപ്പ് ഹെൽപ്പ് പറഞ്ഞു. എല്ലാവരും സഹായിക്കാൻ പറഞ്ഞ് വിളിച്ചു അല്ലേ? അപ്പോൾ ഒരാൾ വേഗം വന്നിട്ട് ഒരു വെഹിക്കിൾ വിളിച്ചു. ഫയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പേഴ്സൺ വേഗം വന്നിട്ട് ഒരു നമ്പറിലേക്ക് വിളിച്ചു. അത് ആരെയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? എൻ്റെ സ്വീറ്റീസിന് അറിയോ ആരെയെ വിളിക്കുക നമ്മൾ ഫയർ വരുമ്പോൾ? യെസ്, നമ്മൾ ഫയർ ഫൈറ്റേഴ്സിനെ വിളിക്കും അല്ലേ? എൻ്റെ സ്വീറ്റീസ്, ഈ വെഹിക്കിൾ കണ്ടിട്ടുണ്ടോ നോക്കൂ. ഫയർ ഫൈറ്റേഴ്സിൻ്റെ വെഹിക്കിൾ ഇത് കണ്ടിട്ടുണ്ടോ എൻ്റെ സ്വീറ്റീസ്? ഫയർ ഫൈറ്റേഴ്സിനും അതേപോലെ ഫയർ ഫൈറ്റേഴ്സിൻ്റെ വെഹിക്കിളിനും അതുപോലെ ഒരു സൗണ്ട് ഉണ്ടാവും. അത് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ? എന്താ? എവിടെയോ ഫയർ ഉണ്ട്, അത് എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ പോവുകയാണ് ഫയർ ഫൈറ്റേഴ്സ്, നമുക്ക് മനസ്സിലാവും അല്ലേ സ്വീറ്റീസ്? ഇപ്പം ആംബുലൻസിൻ്റെ സൗണ്ട് കൊണ്ട് ഫയർ ഫൈറ്റേഴ്സ് എമർജൻസി വെഹിക്കിളിനും
ഡിഫറെൻറ്റ് സൗണ്ട്. ഓക്കെ, അതുപോലെ പോലീസ് കാർ, പോലീസ് ജീപ്പിൻ്റെ സൗണ്ട്, അതായത് പോലീസ് കാറിന് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതും എമർജൻസി വെഹിക്കിളാണ്. ഓക്കെ, ഇപ്പോൾ ഒരു തീഫ് വന്നു. ടീച്ചർ അന്ന് കുറേ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് കുറച്ച് പോലീസിനെയൊക്കെ പറഞ്ഞു തന്നില്ലേ? കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിന് പോലീസും ഇൻക്ലൂഡാണ്. ഓക്കെ, ഇപ്പോൾ പോലീസ് വരുമ്പോൾ ഒരു ഭാഗത്ത് തീഫ് വന്നു, നമ്മുടെ സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു പോയിരുന്നു പറയുമ്പോൾ പോലീസ് വരും അല്ലേ? അപ്പോൾ പോലീസ് ഒരു എമർജൻസി വെഹിക്കിളിൽപ്പെട്ട ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ എമർജൻസി വെഹിക്കിൾസ് ഏതൊക്കെയാണ്? ഫയർ ഫൈറ്റേഴ്സിൻ്റെ വെഹിക്കിൾ എമർജൻസി വെഹിക്കിളാണ്. ആംബുലൻസ് ഏതാ? എമർജൻസി വെഹിക്കിളാണ്. പോലീസ് കാറും എമർജൻസി വെഹിക്കിൾ അല്ലേ സ്വീറ്റീസ്? ഓക്കെ സ്വീറ്റീസ്, ഇപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? 3 ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട് പഠിച്ചു അല്ലേ? ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്. പിന്നെ ഏതാ? എമർജൻസി വെഹിക്കിൾസ് അല്ലേ? ടീച്ചർ ഒന്നുകൂടെ പറയാം കേട്ടോ. ലാൻഡ് ട്രാൻസ്പോർട്ട് പറഞ്ഞാൽ എന്താ? ലാൻഡ് ട്രാൻസ്പോർട്ട്സ് ആർ vehicles which travel on the roads. Water transports are vehicles which travel through water. Air transports are vehicles which travel through the air. Okay? അതുപോലെ എമർജൻസി വെഹിക്കിൾസ് ഏതൊക്കെയാ? ആംബുലൻസ് എമർജൻസി വെഹിക്കിളാണ്. ഫയർ ഫൈറ്റേഴ്സിൻ്റെ വെഹിക്കിൾ എമർജൻസി വെഹിക്കിളാണ്. പോലീസ് കാർ ആവാം, പോലീസ് ജീപ്പ് ആവാം, അതും എമർജൻസി വെഹിക്കിളാണ്. ഓക്കെ സ്വീറ്റീസ്, മനസ്സിലായോ എൻ്റെ സ്വീറ്റീസിന്? ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, ടുഡേ ലെറ്റ്സ് സേ ബൈ. ബൈ സ്വീറ്റീസ്, ബൈ ബൈ.